വൺപൂർ ഗ്രാമം കാട്ടിനരികത്തായുള്ള ഒരു പശ്ചിമ നിറഞ്ഞ ഗ്രാമമാണ്. അവിടെയുള്ള ജനങ്ങൾ ആ കാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ, പൂക്കൾ, ഔഷധങ്ങൾ എന്നിവയെ എടുത്തുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ വ്യാപാരം ചെയ്ത് അവരുടെ ജീവിതം നയിച്ചു. പഴങ്ങൾ വാങ്ങിക്കോളൂ, ഫ്രഷായ ഇന്നത്തെ പഴങ്ങൾ. അത് ശരി, ഈ മാതുളങ്ങ എത്രയാ? അതാണോ ചേച്ചി? 50 രൂപയ്ക്ക് 1 കിലോ. കാട്ടിൽ നിന്നും നേരെ പറിച്ചുകൊണ്ട് വന്നത്. ഞങ്ങളുടെ കാടാണ് ഞങ്ങളുടെ ജീവൻ. നിങ്ങൾക്ക് വൺപൂരാണോ? അതെ ചേച്ചി, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അത്ര വലിയ കാട് നിങ്ങൾക്ക് സ്വന്തം. അതെ ചേച്ചി, നിങ്ങൾ പറയുന്നത് നേരാണ്. നീ ഒന്ന് ചെയ്യ്, 20 രൂപയ്ക്ക് ഈ എലന്തയ്ക്കാത്താ. പക്ഷേ ഗ്രാമത്തിലെ വ്യാപാരി ധൻസുഖ്ലാൽ വളരെ അത്യാഗ്രഹിയാണ്. കാട്ടിലുള്ള മരങ്ങളെ വെട്ടി അവയെ വ്യാപാരം ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരുപാട് കാശുണ്ടാക്കും. എന്താണിത് ഇത്ര കുറവായിട്ടോ? ഇത്ര കുറഞ്ഞ പൈസക്ക് 50 കിലോ മരം കൊടുന്ന് കൊണ്ടുപോവോ? ധൻസുഖ്ലാൽ മുതലാളി, ഇത്തവണ തന്നേക്കൂ. ഞാൻ അടുത്ത പ്രാവശ്യം പൈസ തരാം. ഞാൻ നിങ്ങളുടെ പഴയ കസ്റ്റമർ അല്ലേ. നിനക്കെന്തോ ബുദ്ധി വലുത് പ്രശ്നമാണോ? ഞാൻ ഇവിടെ വ്യാപാരം ചെയ്യാനാണ് ഇരിക്കുന്നത്, സമൂഹ സേവ ഒന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോ, അല്ലെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ. ധൻസുഖ്ലാൽ മരങ്ങൾ വെട്ടുന്നത് കൊണ്ട് ആ കാട്ടിൽ മരങ്ങൾ കുറയാൻ തുടങ്ങി. ഒരു ദിവസം നീലിമ തന്റെ വീട്ടിൽ നിന്നും രാവിലെ കാട്ടിലേക്ക് നടന്നു ചെന്നു. അവൾ അവിടത്തെ അവസ്ഥ കണ്ടിട്ട് അവൾ ആകെ അതിശയിച്ചു പോയി. അല്ല, എന്താ ഇത്? ഈ കാട് എങ്ങനെയാ കാറ്റത്ത് പറക്കുന്നത്? അയ്യോ ദൈവമേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ ഗ്രാമത്തിലെ ജനങ്ങളോട് ചെന്ന് ഇതിനെ പറയണം. വൺപൂർ ഗ്രാമത്തിന്റെ കാട് കാറ്റത്ത് പറക്കുന്നത് കണ്ടിട്ട് നീലിമ അവിടെ നിന്നും ഓടിച്ചെന്ന് ഗ്രാമത്തിലെ ജനങ്ങളോടത് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ടിട്ട് അവിടത്തെ മെമ്പറായ അജയ് എന്തു പറഞ്ഞെന്നാൽ, ഇത് വളരെ അപൂർവമായ കാര്യം തന്നെയാണ്. കാട് കാറ്റില് പറക്കുന്നു. എനിക്കെന്താ തോന്നുന്നു വെച്ചാ ഇത് തീർച്ചയായിട്ടും ഭൂതത്തിന്റെ എന്തെങ്കിലും പണിയായിരിക്കും. എനിക്കെന്തു തോന്നുന്നെന്നാൽ ആരോ നമ്മുടെ കാടിന് മന്ത്രം എന്തോ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ കാട് കാറ്റത്ത് പറക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതം നയിക്കാനാണ്? അവിടെ നിന്നും പഴങ്ങളും പൂക്കളും എങ്ങനെ പറിക്കാനാണ്? എങ്ങനെ വിൽക്കാനാണ്? ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ മരിച്ചു പോകും. അജയ് അവരെ തടഞ്ഞ് എന്തു പറഞ്ഞെന്നാൽ, നീലിമ ചേച്ചി, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ. അങ്ങനെയൊന്നുമല്ല. കാര്യം എന്താണെന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് പോയാൽ തന്നെ അറിയൂ. ഇല്ല മോനെ, ഞങ്ങൾ ആ സ്ഥലത്തേക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് പേടിയാകുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ചേർന്ന് പറക്കുന്ന കാട്ടിലേക്ക് ചെല്ലാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. പക്ഷെ അജയ് വളരെ ധൈര്യശാലിയും പഠിച്ചവനുമാണ്. പ്രേതങ്ങളെയും പിശാചുകളെയും ഒന്നും അദ്ദേഹം വിശ്വസിക്കാറില്ല. ഞാൻ തന്നെ പോകാം. ചെന്ന് കാര്യം എന്താണെന്ന് നോക്കിട്ട് വരാം. അല്ല, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ആ കാട് കാറ്റത്ത് പറക്കുന്നെന്ന് പറഞ്ഞില്ലേ? അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അജയും ഗ്രാമത്തിലെ ജനങ്ങളും ചേർന്ന് ഒരു വലിയ പടിക്കെട്ട് കെട്ടി അത് ഭൂമിയിൽ നിന്നും കാടിനടുത്ത് വെച്ചു. അജയ് ആ ഏണിയിൽ കയറി കാട്ടിലേക്ക് ചെന്നു. കാറ്റ് വളരെ വേഗത്തിൽ വീശി. ആ, ഇന്ന് കാട് നല്ല വ്യത്യസ്തമായി കാണുന്നല്ലോ. കാറ്റ് ഇത്ര നന്നായിട്ട് വീശുന്നല്ലോ. അജയ് കുറച്ചു മുൻപിലോട്ട് നടന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ശബ്ദം കേട്ടു. അല്ല മകനെ, നിന്റെ പേര് അജയ് അല്ലേ? അതേമേ, ഞാൻ വൺപൂർ ഗ്രാമത്തിന്റെ തലവനാണ്. അതെ മകനെ, വൻപൂർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേമേ, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. വൺപൂർ ഗ്രാമ ജനങ്ങൾക്ക് ഈ കാട് വളരെ പ്രധാനമാണ്. ഇത് കാരണം കൊണ്ടാണ് ഗ്രാമത്തിന്റെ പണിയെല്ലാം നടക്കുന്നത്. പക്ഷെ അമ്മേ, നിങ്ങൾ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നേ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഇപ്പോൾ ഈ കാട് എന്റേതാണ്. ഞാൻ ഈ കാട്ടിലുള്ള ആളാണ്. എന്റെ കുടുംബത്തിലുള്ള ആരും ഇപ്പോൾ ഈ ലോകത്ത് ഇല്ല. ഈ പ്രായത്തിൽ ഞാൻ എവിടെ ചെന്ന് ജോലി അന്വേഷിക്കാനാണ്? അതുകൊണ്ടാണ് ഇവിടെ തന്നെ തങ്ങിയത്. ഇവിടെ കഴിക്കാൻ ആഹാരം കിട്ടും. തൊട്ടടുത്താണ് എൻ്റെ കുടിലുള്ളത്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ നിന്റെ ഗ്രാമത്തിലുള്ള ധൻസുഖ്ലാലാണ്. അദ്ദേഹം തന്നെ ഈ മരമൊക്കെ വെട്ടി വ്യാപാരം ചെയ്യുന്നില്ലേ? ആ മനുഷ്യൻ ഈ കാട് മൊത്തം നശിപ്പിക്കുകയാണ്. അത് സത്യമാണ് അമ്മേ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് വേണ്ടി മരങ്ങളൊക്കെ വെട്ടിക്കളയാണ്. പക്ഷെ അദ്ദേഹം പുതിയ മരങ്ങൾ വെക്കുന്നില്ല. ഇതുപോലെ തന്നെ പോയിട്ടിരുന്നാൽ അവസാനം ഈ കാട് മുഴുവൻ നശിപ്പിച്ചു പോവും. ഞാൻ എത്രയോ തവണ പറഞ്ഞു ശ്രമിച്ചതാണ്. പ്രകൃതിയുടെ ശക്തികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണമ്മേ. ഈ കാട് മുഴുവൻ നശിഞ്ഞു പോയാൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരാൾ രക്ഷപ്പെടില്ല. നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ധൻസുഖ്ലാലിനെ തടുക്കണം. അല്ലെങ്കിൽ ഈ കാട് ഇങ്ങനെ കാറ്റത്ത് പറന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആകെ വിഷമത്തിലാകേണ്ടിയിരിക്കും. അമ്മേ,
ഗ്രാമത്തിന്റെ തലവരെന്ന പേരില് ഞാൻ ഈ പ്രശ്നം തീർച്ചയായിട്ടും തീർക്കുമേ. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ വന്നേക്കാമേ. ഞങ്ങളുടെ ഗ്രാമവും നിങ്ങൾ നല്ലപോലെ നോക്കും. ഇല്ല മോനെ, നീ പോ. എനിക്ക് നീ ഒരു കാര്യം ചെയ്യേ, ആ ധൻസുക്ലാലിനെ മനസ്സിലാക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഈ കാട് മൊത്തം നശിക്കും. അജയ് ഇക്കാര്യം ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞതും ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ധൻസിക്ലാലിന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ ധൻസിക്ലാൽ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ പറയുന്നത്? ഒരുപക്ഷെ ഞാൻ ഈ പണി നിർത്തിയാൽ പിന്നെ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്? ഞാൻ പിച്ചക്കാരനാവണോ? ഇവിടെ നോക്കൂ, നിങ്ങളുടെ പണി നിർത്താൻ പറഞ്ഞ ആരാ അവിടെ പറയുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് പറയാവുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ മരങ്ങളെ വെട്ടണമെന്ന് കുറച്ചേക്കണം. അതിനു പകരം വേറെ ജോലി നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ എത്ര മരം നശിപ്പിക്കുന്നു അതിനെക്കാട്ടിലും 2 മടങ്ങ് മരം നിങ്ങൾ നടണം. ഇവിടെ നോക്കൂ ധൻസുക്ലാൽ മുതലാളി, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാമം മുഴുവൻ നശിഞ്ഞു പോവും. നിങ്ങൾ ബുദ്ധിശാലിയാണ്. നിങ്ങൾ പുതിയ കച്ചവടം തുടങ്ങാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. നമ്മുടെ ഗ്രാമത്തിലിരിക്കുന്ന അത്ഭുതമായ മൂലിക ചെടികളെല്ലാം നമ്മൾ മാർക്കറ്റിൽ വിറ്റ് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ മൂലിക വെച്ചുകൊണ്ട് നമുക്ക് മരുന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമുക്ക് കുറെ പൈസ കിട്ടും. അജയ് പറഞ്ഞതും തന്നെ ധൻസുക്ലാലിന് കാര്യം മനസ്സിലായി. പിന്നെ അദ്ദേഹവും സമ്മതിച്ചു. അജയ് വീണ്ടും ആ കാട്ടിലേക്ക് ചെന്ന് ആ വയസ്സായ മുത്തശ്ശിയെ കണ്ടു. ഇത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അതായത് ധൻസുക്ലാൽ മരം വെട്ടുന്നത് കുറച്ചിട്ട് ഒരുപാട് മരങ്ങൾ നടുമെന്നത്. എന്തായാലും ഈ കാട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. അടുത്ത ദിവസം ആ കാട് പഴയതുപോലെ ആയതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവിടെ ഒന്നുകൂടി. എടോ ധൻസുക്ലാലേ, കാട് പഴയതുപോലെ കളഞ്ഞു. ഇപ്പൊ നീയും അജയും ചേർന്നുകൊണ്ട് നിങ്ങളുടെ പണി തുടങ്ങാം. അല്ല, ശരിയാണ്. ആദ്യം ഇവരുടെ ജോലി തുടങ്ങട്ടെ, പിന്നെ നമ്മളും നമ്മുടെ ജോലി തുടങ്ങണമല്ലോ. 2 ദിവസമായി 1 രൂപയെങ്കിലും ഉണ്ടാക്കിയിട്ട്. നീലിമ ചേച്ചി, എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ എല്ലാം നമുക്ക് ശരിയായല്ലോ. ധൻസുക്ലാലും അജയും 2 പേരും ചേർന്ന് കാട്ടിലുള്ള ഔഷധങ്ങൾ മരുന്നാക്കി അവയെ സിറ്റിയിലെ ഒരു കമ്പനിയിലേക്ക് വിറ്റു. അവർ പണം തന്നപ്പോൾ അജയ് പറഞ്ഞു, ധൻസുക്ലാൽ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിനക്ക് നിറയെ ലാഭം കിട്ടുമെന്ന്. അതെ, നീ തന്നെ നോക്ക്. ഈ കച്ചവടം നല്ലപോലെ പോകുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ധൻസുക്ലാൽ, കാടിനെ സുരക്ഷിതയായിട്ട് വെച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ മര കച്ചവടം ഉണ്ടല്ലോ അത് നീ മുഴുവനായിട്ട് നിർത്തിയേക്ക്. നീ കാടിനെ എത്രമാത്രം നോക്കുന്നു ആ കാടും നിന്നെ അതുപോലെ നോക്കും. ആ ശരി ശരി, അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. ധൻസുക്ലാലിന്റെ ജോലിക്കാരൻ ഭീമ വേരുകൾക്കും കിഴങ്ങുകൾക്കും വേണ്ടി അവിടം കുഴിച്ചു. അദ്ദേഹത്തിന് ഒരു പാന കിട്ടി. അതിൽ നിധി ഉണ്ടായിരുന്നു. ഭീമ ആ പാന എടുത്തുകൊണ്ട് ധൻസുക്ലാലിനെയും അജയിനെയും കാണാനായി വന്നു. അവർ 2 പേരും ആലമരത്തിനടിയിൽ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ, മുതലാളി ഇതെന്താണെന്ന് നോക്കിയേ, നിധി കിട്ടിയിരിക്കുകയാണ്. ഞാൻ കുഴി തോണ്ടുപോയത് കിട്ടിയതാണ്. എന്റെ അമ്മു, ഇത്രയും നിറ സ്വർണ്ണ നാണയങ്ങളോ? ഞാൻ ഇത് വിറ്റ് കുറെ പൈസ ഉണ്ടാക്കും. ധൻസുക്ലാൽ, നിങ്ങൾ സംസാരിക്കുന്നത്? ഈ നിധി നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടിയിരിക്കാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അനുവാദം എടുക്കാൻ പറ്റില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് കാട്ടിലെ ഒരുപാട് മരം നടണം. ഗ്രാമത്തിന് റോഡ്, ഹോസ്പിറ്റൽ, സ്കൂള്, പിന്നെ കുടിക്കാൻ നല്ലപോലെ വെള്ളം അതിന് നമ്മൾ ഏർപ്പാടാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നീ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതിൽ നിന്ന് പാതി നിധി നീ സ്വന്തമാക്കും. അതല്ലേ നീ പറയാൻ വരുന്നത്? ധൻസുക്ലാൽ മുതലാളി, ഈ നിധി നിങ്ങളുടെ വീട്ടിക്കുമല്ല എന്റെ വീട്ടിക്കുമല്ല. ഇത് ഈ കാടിന്റെ സ്വത്താണ്. ഇത് ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. അജയ് പറഞ്ഞത് കേട്ടിട്ട് അത്യാഗ്രഹിയായ ധൻസുക്ലാൽ അപ്പോൾ മിണ്ടാതെ ഇരുന്നു. തന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭീമയോട് എന്തു പറഞ്ഞെന്നാൽ, ഭീമ, ആ മൺപാന നിധിനെ കുറിച്ചുള്ള കാര്യം ഇപ്പോഴും എന്റെ തലയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാ? എന്തിനെ ചെയ്യാ മുതലാളി? ഇന്ന് രാത്രി തന്നെ നമുക്ക് ചെന്ന് ആ നിധിനെ അവിടെ നിന്ന് എടുത്തേക്കാം. ആരോ കള്ളൻ അത് മോഷ്ടിച്ചു പോയിന്ന് നമുക്ക് പറയാം. ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ആ പാന എനിക്ക് തന്നെ വേണം. ഇന്ന് രാത്രി പാനേനെ എനിക്ക് സ്വന്താക്കാൻ പോവാണ്. ആ പൗർണമി ദിവസം കാട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ധൻസുക്ലാൽ ആ പാനയുടെ അടുത്ത് വന്ന് ആ പാനയിൽ കൈയിട്ടു. ഒരു പാമ്പ് ധൻസുക്ലാലിനെ കൊത്തി. ധൻസുക്ലാൽ നിലവിളിക്കുന്ന ശബ്ദം ആ കാട് മൊത്തം കേട്ടു. കാട് വീണ്ടും കാറ്റത്ത് പറക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് അജയ് കാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആ വയസ്സായ മുത്തശ്ശി നിൽപ്പുണ്ടായിരുന്നു. ധൻസുക്ലാൽ മരിച്ചു കിടന്നു. അദ്ദേഹത്തിന്റെ വായിൽ പതയുണ്ടായിരുന്നു.
ഇവിടെ എന്താ സംഭവിച്ചത്? ധൻസുഖ്ലാലിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ പാനയിലെ നിധി മോഷ്ടിക്കാൻ ശ്രമിച്ചു. പാമ്പ് അദ്ദേഹത്തെ കൊത്തിക്കളഞ്ഞു. ധൻസുഖ്ലാൽ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം കൊണ്ട് നശിഞ്ഞുപോയി. ഈ അവസ്ഥയ്ക്കുള്ള കാരണം ഇദ്ദേഹത്തിന്റെ അത്യാഗ്രഹമാണ്. പക്ഷെ അമ്മേ, ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ കേട്ടതും ആ വയസ്സായ മുത്തശ്ശി തന്റെ ഒറിജിനൽ രൂപം കാണിച്ചു. അജയ്, ഞാൻ വനദേവതയാണ്. ഞാൻ ഈ കാടിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഈ കാട് പറപ്പിച്ച് ഗ്രാമത്തിൽ നിന്നും ദൂരെയാക്കിയത്. ഈ ധൻസുഖ്ലാലിനെ പോലുള്ള ആളുകൾ കാരണം ഇന്ന് ഈ കാട് ആപത്തിലാണ്. അന്ന് ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ നിന്നെ പോലുള്ള നല്ല മനുഷ്യൻ ഈ കാടിനെ രക്ഷിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ധൻസുഖ്ലാലിനെ പോലെ അത്യാഗ്രഹിയായവർ ഈ കാര്യത്തിന് വളരെ തടസ്സമായിരുന്നു. വനദേവത പറഞ്ഞത് കേട്ടതും ധൻസുഖ്ലാലിന്റെ തെറ്റിനെ കുറിച്ച് അജയിന് മനസ്സിലായി. കാരണം അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഇവിടെ നോക്കൂ ദേവി, ഞാൻ സമ്മതിക്കുന്നു, ധൻസുഖ്ലാൽ ഒരു അത്യാഗ്രഹം പിടിച്ച വ്യാപാരിയാണ്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദേവിയമ്മേ, ഇദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികൾക്ക് എന്ത് സമ്മതമാണ് ഉള്ളത്? ഇദ്ദേഹം ഇല്ലാതെ അവരെന്ത് ചെയ്യും? നിങ്ങൾ ഇദ്ദേഹത്തിനെ ക്ഷമിച്ച് ജീവൻ തിരിച്ചു തരുന്നേ. ഞാൻ വാക്ക് തരുന്നു, ഇദ്ദേഹം ഈ കാട്ടുവിട്ട് എപ്പോഴും ദൂരെ തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ ഇദ്ദേഹം ഇത് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലേ അപ്പൊ ഞാൻ ഗ്രാമത്തിന് ജനങ്ങളുടെ സഹായത്തോടെ ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാം. നിങ്ങൾ ഇദ്ദേഹത്തിന് ജീവൻ തരുന്നേ. വളരെ നല്ലത് അജയ്. നീ ഒരു നല്ല തലവൻ മാത്രമല്ല, നല്ല മനുഷ്യനുമാണ്. ഞാൻ ഇവൻ ഇപ്പോൾ തന്നെ ജീവൻ നൽകാം. പക്ഷെ ഇവന് പറഞ്ഞു മനസ്സിലാക്ക്, കാട്ടിലെ മരങ്ങളെ വെട്ടരുതെന്ന്. ശരി, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. വനദേവതയുടെ കയ്യിൽ നിന്നും വന്ന ആ പ്രകാശം ധൻസുഖ്ലാലിന് വീണ്ടും ജീവൻ നൽകി. ദേവി മാഞ്ഞുപോയി. ധൻസുഖ്ലാലിന് ജീവൻ കിട്ടി. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും അജയ് പറഞ്ഞതും തന്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം കരയാൻ തുടങ്ങി. എന്നെ ക്ഷമിച്ചേക്ക്, ഞാൻ അത്യാഗ്രഹം കൊണ്ട് കണ്ണുപൊട്ടനായിരിക്കുന്നു. എനിക്ക് പൈസയില്ലാതെ വേറൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാനിപ്പോ എന്റെ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. അജയ്, ഞാൻ ഇന്ന് തന്നെ കാട്ടിലെ മരം വെട്ടണ പണി നിർത്താം. ഇനി കാടിന് നല്ലതിനു വേണ്ടി ഞാൻ ജോലി ചെയ്യും. ധൻസുഖ്ലാൽ, നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ അടുത്ത സന്തതിക്ക് നമുക്കൊരു നല്ല ഭാവി തരാൻ സാധിക്കുക. നമ്മൾ നമ്മുടെ അത്യാഗ്രഹം വിട്ടുകൊണ്ട് നല്ലപോലെ ജീവിക്കണം.